ശ്രീ അനിൽ ബോസ്, ഇപ്പോ അന്ന് VM സുധീരൻ പരാതി കൊടുത്തു, ശരിയാണ്. ഇന്നും ആ സ്ഥാനത്തിരിക്കുന്ന ആളുകളുണ്ട്, ശരിയാണ്. യൂത്ത് കോൺഗ്രസ് നേതാവ് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിരുന്നാലും കൃത്യമായ വാക്കുകളിൽ കേരളത്തിൽ എന്താണ് കേൾക്കേണ്ടത് എന്ന രാഷ്ട്രീയ ബോധ്യത്തിൽ ഉള്ള പ്രതികരണങ്ങൾ ഉണ്ടാകാം. അല്ല, അതിൻ്റെ അകത്ത് ആദ്യം പരാതി കൊടുക്കേണ്ടത് യൂത്ത് കോൺഗ്രസും ഒന്നും അല്ലല്ലോ. വ്യക്തിപരമായി ഈ ചോദ്യം അഭിമുഖീകരിച്ച വ്യക്തി കൊടുക്കണ്ടേ ആദ്യം? കേരളത്തിൻ്റെ പൊതുസമൂഹം കൂടെ നിൽക്കും. കോൺഗ്രസ് പാർട്ടി ഈ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. എല്ലാ കാലത്തും വർഗീയ വിളമ്പുന്ന സംസാരം ആര് നടത്തിയാലും അതിനെതിരെ കാർക്കശ്യ സ്വഭാവമുള്ള നിലപാട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി എടുക്കുന്നത്. ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ശ്രീ ജോസഫ് സി മാത്യു സൂചിപ്പിച്ചു. ഇവിടെ കഴിഞ്ഞ കുറേയേറെ കാലങ്ങളായി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന പ്രസ്താവനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മലപ്പുറത്തിനെതിരെ, ലീഗിനെതിരെ, മുസ്ലിം സമുദായത്തിനെതിരെയുമാണ്. അവർക്കെല്ലാ ആനുകൂല്യങ്ങളും വഴിവിട്ട് കിട്ടുന്നു എന്ന തരത്തിലാണ്. ഞങ്ങൾ ചോദിക്കുന്നത്, ഞങ്ങളിതിൽ കൂടുതൽ എന്താണ് SNDP യോഗത്തിന് ചെയ്യേണ്ടത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ SNDPക്ക് അനുവദിച്ച് നൽകിയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പേര് R ശങ്കർ എന്നാണ്. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ്, കേരളത്തിൻ്റെ 3ാമത്തെ മുഖ്യമന്ത്രിയാണ്, കോൺഗ്രസിൻ്റെ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ്. മനസ്സിലായല്ലോ. അതിനുശേഷം ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊടുത്ത മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയാണ്. അപ്പോൾ ഈ ആക്ഷേപങ്ങൾ പറഞ്ഞ് കഴിഞ്ഞ കുറേയേറെ നാളുകളായി പിണറായി വിജയൻ 3ാം ഭരണത്തിൽ വരും എന്ന് വാശിയോടുകൂടി പറയുമ്പോൾ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എന്ത് അദ്ദേഹം നേടിയെടുത്തു ആ സമുദായത്തിന് വേണ്ടി, അദ്ദേഹം ഇരിക്കുന്ന സംഘടനയ്ക്ക് വേണ്ടി എന്ന് പറയാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. ഞാൻ കണ്ട ഇന്നലത്തെ അഭിമുഖത്തിൽ ആ ചോദ്യത്തിന് ശേഷമാണ് അദ്ദേഹം പൊട്ടിത്തെറിച്ചത്. ശ്രീ അനിൽ ബോസ്, പല പ്രയോഗങ്ങൾ ഉണ്ടായി എന്നുള്ളത് സ്ഥാപനങ്ങൾ കിട്ടാത്തതാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രശ്നം എന്നങ്ങ് വിചാരിക്കുന്നുണ്ടോ? അല്ല, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ വരുന്നത് എവിടെ നിന്നാണ്? ഇപ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ BJP പ്രതിനിധി വളരെ കൃത്യമായി അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കണ്ടില്ലേ? അദ്ദേഹം സംസാരിക്കുന്നത് പിണറായി വിജയൻ്റെ 3ാം ഭരണത്തെക്കുറിച്ചും അതിനുവേണ്ടി വഴിയൊരുക്കലിന് വേണ്ടിയുമാണ്. എന്തുകൊണ്ട് BJPക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നില്ല? എന്തുകൊണ്ട് അതൊരു ശരിയായ കാര്യമല്ല എന്ന് BJPക്ക് ഓപ്പൺ സ്പേസിൽ പറയാൻ പറ്റുന്നില്ല? അത് പറയാൻ പറ്റാത്തതിൻ്റെ കാരണം ഞങ്ങൾ എപ്പോഴും പറയുന്നത് എന്താ? CPMഉം BJPയും ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് പറയുന്നു. ഇവിടെ നമുക്ക് ഈ ചർച്ചയിൽ ബോധ്യപ്പെട്ടത് CPMനെ അനുകൂലിച്ച് പരസ്യ നിലപാടെടുത്ത് ഓരോ നിമിഷവും പ്രതികരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാടിനെ ഒരു വരി കൊണ്ട് പോലും തള്ളിപ്പറയാൻ BJP തയ്യാറാകുന്നില്ല. ഇവിടിപ്പം CPM പ്രതിനിധിയായി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായിരിക്കുന്ന റജി ലൂക്കോസ് എന്ന് പറഞ്ഞാൽ അത് പാർട്ടിയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് അല്ലല്ലോ. പാർട്ടിയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഞാൻ കാണുന്നില്ല. അദ്ദേഹം CPMന് വേണ്ടിയും ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടിയും ചർച്ച വരുന്ന ആളാണ്. ഞാൻ അതിനെ ഇകഴ്ത്തി കാണുകയല്ല. പക്ഷേ CPM അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ ഓൺ ചെയ്യുന്നില്ലല്ലോ. ഓൺ ചെയ്യുന്നുണ്ടോ? അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനെ തള്ളി പറഞ്ഞാൽ അത് CPM ഓൺ ചെയ്യുന്നുണ്ടോ? CPM ഓൺ ചെയ്യുന്നില്ല. ഞാൻ പറയുന്നത് ഇത് കൃത്യമായ ആലോചനയുടെ അടിസ്ഥാനത്തിൽ വരുന്ന പ്രതികരണങ്ങളാണ്. അത് ഇന്നത്തെ പ്രതികരണമല്ല ഞാൻ പറയുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി SNDP ജനറൽ സെക്രട്ടറി പദത്തിലിരിക്കുന്ന വ്യക്തിയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി നടത്തുന്ന പ്രസ്താവനകളും പ്രസംഗങ്ങളും നിലപാടുകളും കേരളത്തെ വർഗീയമായി ചേരിതിരിവുണ്ടാക്കുന്നതിന് അനുകൂലമാകുന്ന സാഹചര്യം ഒരുക്കുന്നു. അത് കൃത്യമായ രാഷ്ട്രീയമാണ്. അത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയമാണ്, പ്രത്യേകിച്ച് CPMൻ്റെ രാഷ്ട്രീയമാണ്. CPMലുപരിയായി പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ രാഷ്ട്രീയമാണ്. അത് കൃത്യമായ ആലോചനകളുടെ അടിസ്ഥാനത്തിലാണ് പുറത്തു വരുന്നത്. മാധു പലവട്ടം ചോദിച്ചല്ലോ, നടപടിയെടുക്കുമോ? കോൺഗ്രസ് പാർട്ടിയാണോ നടപടിയെടുക്കേണ്ടത്? ഐക്യ ജനാധിപത്യ മുന്നണിയാണോ നടപടിയെടുക്കേണ്ടത്? ആ പ്രയോഗത്തിൽ പരാതി കൊടുക്കേണ്ടത് ഐക്യ ജനാധിപത്യ മുന്നണിയല്ല. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പരാതി കൊടുത്തു. യൂത്ത് കോൺഗ്രസ് പരാതി കൊടുത്തു എന്നുള്ളതല്ല, വ്യക്തിമാരാണ്. അദ്ദേഹം പരാതി കൊടുക്കേണ്ട ആദ്യം. അതിനനുസരിച്ച് നടപടിയെടുക്കേണ്ടത് ഡ്യൂട്ടി ആർക്കുള്ളതാണ്? ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് ആക്ട് ചെയ്യുന്നില്ലല്ലോ. അതിൽ CPMൻ്റെ നിലപാട് എന്താണെന്ന് കൃത്യമായ ചോദ്യത്തിന് ഉത്തരം പറയാത്തത് കൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ കേരളത്തിൽ കലുഷിതമായ കലാപ സാഹചര്യം ഒരുക്കാൻ വേണ്ടി ബോധപൂർവം വരുന്ന 4 മാസങ്ങൾക്കപ്പുറം നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കം എന്നുള്ള നിലയിൽ കൃത്യമായ ഒരു ഡിവിഷൻ ഇവിടെ ഉണ്ടാക്കുക. മജോറിറ്റി കമ്മ്യൂണിറ്റി വോട്ട് സേവ് ചെയ്യാൻ കഴിയുന്ന ഒരു പൊളിറ്റിക്സ് അല്ലാതെ ഒരു വിപ്ലവമില്ല, ഒരു പ്രത്യയശാസ്ത്ര രാഷ്ട്രീയവുമില്ല. അധികാരം പിടിക്കാൻ തികഞ്ഞ പച്ചവർഗീയതയാണ്
ആ വർഗീയത CPM-ന്റെ ബുദ്ധിയിൽ ഉദിച്ചതാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, 1-ാം നമ്പർ കാറിൽ കയറിയതിന് ശേഷമാണ് ഇത്രയും വലിയ വിഷം ചീറ്റൽ ഉണ്ടാകുന്നത്. അത് ഇങ്ങോട്ടുള്ള യാത്രയിൽ ഇവിടെ വലിയ അന്തഛിദ്രം ഉണ്ടാക്കാൻ ഇടയാക്കുന്നതാണ്. ഇതിനെതിരെ ജാഗ്രതയായി പൊതുസമൂഹം നിൽക്കും. കാരണം വിദ്യാസമ്പന്ന സമൂഹമാണ് കേരളത്തിലുള്ളത്. ഞാൻ ഒരു സെക്കൻഡ്, മാധു ഒരു വരി ഒറ്റ വരി മാത്രം. സംഘപരിവാറുകാർ എന്ന് പറയുന്നത് വർഗീയ വിഷം ചീറ്റുന്ന രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നവരാണ്. പക്ഷെ ഇന്ന് അതിനേക്കാൾ വലിയ വർഗീയതയ്ക്ക് വിത്തുപാകുന്ന സമീപനമാണ് CPM സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ അവർ നിലപാട് വ്യക്തമാക്കണം, CPM നിലപാട് വ്യക്തമാക്കണം ഈ വിഷയത്തിൽ. ഓക്കെ.